ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ ഫെബ്രുവരി മാസത്തെ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ ആണേ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്ന് വീഡിയോ ക്വാളിറ്റി കുറവാണ്, വോയിസ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് എന്നോട് അറിയിക്കണം കമൻറ്റിലൂടെ, കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. ആദ്യത്തെ ചോദ്യം, ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകൻ. ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് നർത്തകനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. രാജേന്ദ്ര ഗംഗാനിക്കാണ് ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ബീരേൻ സിംഗ് ഏതു രാജ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു? മണിപ്പൂറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ഇതൊന്ന് ഓർത്തിരിക്കണേ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ബീരേൻ സിംഗ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു? മണിപ്പൂർ. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രാജ്യത്തെ ആദ്യ സ്ക്യൂബ സംഘം പരിശീലനം നടത്തിയത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ സ്ക്യൂബ ഡൈവിങ്. നമ്മളിപ്പോൾ കുറേ വാർത്തകളൊക്കെ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ടല്ലേ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവരെയൊക്കെ തപ്പി കണ്ടെത്താനായിട്ട് എന്താണ് സ്ക്യൂബ സംഘങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിലാണ് ആദ്യമായിട്ട് പരിശീലനം നടത്തിയത്. അതിന് പ്രത്യേകത എന്താണ്? വനിതാ സ്ക്യൂബ സംഘങ്ങളാണ്. ആദ്യ വനിതാ സ്ക്യൂബ സംഘം കേരളത്തിലെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളിയാണ് സൗമ്യ നായർ. ആരാണ്? സൗമ്യ നായരാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതയായ മലയാളി. ആരാണ് ഈ സൗമ്യ നായർ എന്ന് നമുക്ക് സംശയം വരും. എക്സ്റ്റേണൽ അഫയേഴ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് IFSുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അണ്ടർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് സൗമ്യ നായർ. ഫസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് നിയമിതയായ മലയാളി എന്ന് ഓർത്തിരിക്കുക. ഏതാണ്? സൗമ്യ നായർ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ഖത്തർ ഭരണാധികാരിയാണ് ഷെയ്ഖ് തമീം. ആ പേര് ഓർത്തിരിക്കണേ. ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ഖത്തർ ഭരണാധികാരിയാണ് ഷെയ്ഖ് തമീം. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ജൂഡോയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി വനിതാ റഫറി ആയത് ജെ ജയശ്രീയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നൊരു വനിതാ റഫറി ആകുന്നത്. അത് ആരാണ്? ജെ ജയശ്രീയാണ്. ജയശ്രീ. അടുത്ത ചോദ്യം നോക്കൂ. രാജ്യത്തിൻ്റെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാറാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഗ്യാനേഷ് കുമാറാണ്. എത്രാമത്തെയാണ്? 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. അപ്പോൾ ഇതിന് മുമ്പത്തെ ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു. ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു മുമ്പത്തത്. 25ാമത്തത് രാജീവ് കുമാർ ആയിരുന്നേ. രാജീവ് കുമാർ. 26ാമത്തെ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 ആദ്യ സാമ്പത്തിക സുരക്ഷാ ഭദ്രതാ സൂചികയിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഏതാണ്? ഒഡീഷയാണ് സാമ്പത്തിക സുരക്ഷാ ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. നീതി ആയോഗ് 2025 പുറത്തിറക്കിയ സാമ്പത്തിക സുരക്ഷാ ഭദ്രതാ സൂചികയിൽ ഒന്നാം സ്ഥാനം എത്തിയത് ഒഡീഷ. കേരളത്തിലെ ടൂറിസം മേഖലയിലെ ആദ്യത്തെ സോളാർ ബോട്ടിൻ്റെ പേരാണ് കതിരവൻ. കതിരവൻ ഓർത്തിരിക്കുക. കതിരവൻ. കേരള ടൂറിസത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് കതിരവൻ. കതിരവൻ എന്ന് പറയുന്നത് ഒരു സിനിമാ മൂവിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലേ. മമ്മൂട്ടിയുടെ ഫിലിമല്ലേ കതിരവൻ. അപ്പം ഓർത്തിരിക്കുക. എന്താണ് അത്? സോളാർ ബോട്ടിൻ്റെ പേര് കൂടിയാണ് കതിരവൻ. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും കേരളത്തിലാണല്ലോ കതിരവൻ. മമ്മൂട്ടി കേരളത്തിലാണല്ലോ. കതിരവൻ സിനിമ ഇറങ്ങിയത് കേരളത്തിലല്ലേ. അപ്പോൾ സോളാർ ബോട്ടുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. 2025 പി ഭാസ്കരൻ അവാർഡിന് അർഹനായത് ആരാണ്? പി ജയചന്ദ്രനാണ്. നമുക്കറിയാം
ജനുവരിയിൽ അദ്ദേഹം അന്തരിച്ചു. അപ്പം അദ്ദേഹത്തിന് ഈ വർഷത്തെ പി ഭാസ്കരൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണേ, പി ഭാസ്കരൻ, പി ജയചന്ദ്രൻ, രണ്ടിലും പി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് കോഡ് ചെയ്ത് ഓർത്തിരിക്കുക. പി ഭാസ്കരൻ, പി ജയചന്ദ്രൻ. അടുത്ത ചോദ്യം നോക്കൂ. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 2023-24 ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊല്ലമാണ്. കൊല്ലം മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. ഓർത്തിരിക്കുമല്ലോ. കഴിഞ്ഞ വർഷം തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഇനി വിട്ടേക്കും. അപ്പോൾ ഈ വർഷത്തെയാണ് ഇനി ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫാക്ട് ഓർത്തിരിക്കണം. 23-24 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളാണ്. ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ല. ജില്ലയിലില്ല ഉണ്ട്, കൊല്ലത്തിലില്ല ഉണ്ട്. അപ്പം ഇല്ല കൊല്ലം. ഓക്കെ, ജില്ല കൊല്ലം. അടുത്ത നോക്കൂ. അടുത്ത അവാർഡ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് വന്നിരിക്കുന്നത്? പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ്, മലപ്പുറത്തെ പെരുമ്പടപ്പ് ബ്ലോക്കിനാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം. മികച്ച ഗ്രാമം വെളിയന്നൂർ കോട്ടയമാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? ഗുരുവായൂർ. കഴിഞ്ഞ വർഷം ഗുരുവായൂരിന് തന്നെയാണ് കിട്ടിയത്. ഇപ്രാവശ്യവും ഗുരുവായൂർ തന്നെയാണ് മികച്ച മുനിസിപ്പാലിറ്റി, ഗുരുവായൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തിന് തന്നെ, ഇപ്രാവശ്യം തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പോൾ ഓർത്തിരിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് തന്നെ ഒരു ഫാക്റ്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലം തിരുവനന്തപുരമാണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള എങ്ങനെയാണ് മഹാത്മാ പുരസ്കാരം നേടിയത്? ഒറ്റശേഖരമംഗലം. അപ്പോൾ ഓർത്തിരിക്കുക, ഒറ്റയ്ക്കാണ് അവൻ നേടിയത്. ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒറ്റശേഖരമംഗലത്തിന് കിട്ടിയതാണ് മഹാത്മാ പുരസ്കാരം. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമുക്കത് ഇത്രയും പറയാം. ഈ സ്വരാജ് ട്രോഫി ഒന്നുകൂടെ പറയാം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. മികച്ച ബ്ലോക്ക് ഏതാണ്? മികച്ച ബ്ലോക്ക് പെരുമ്പടപ്പാണ്. ബ്ലോക്കിലെല്ലാം പെരുമ്പാമ്പാന്ന് ഓർത്തത്. ബ്ലോക്കിലെല്ലാം പെരുമ്പാമ്പുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആവത്തില്ലേ? വണ്ടിയൊക്കെ ഭയങ്കര ബ്ലോക്ക് ആവത്തില്ലേ പെരുമ്പാമ്പ് ഇറങ്ങി എന്ന് പറയുമ്പോൾ? ഇപ്പോൾ പെരുമ്പാമ്പ് അല്ലെങ്കിൽ പെരുമ്പടപ്പ് ബ്ലോക്ക്. ഗ്രാമപഞ്ചായത്ത്, ഗ്രാമത്തിലൊക്കെ ഭയങ്കര വെളിച്ചമാണ്. വെളിയന്നൂർ ഓർത്താൽ മതി. ഗ്രാമത്തിലൊക്കെ ഭയങ്കര വെളിച്ചമാണ്. മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം ഗുരുവായൂരാണ്, ഇപ്രാവശ്യം അത് ഓർത്തിരിക്കുമല്ലോ. മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി സ്ഥലമായിരിക്കും. ഗുരുവായൂർ അത്രയും നീറ്റാണ്. അത് നോക്കൂ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. പിന്നെ ഇത് കൂടാതെ മഹാത്മാ പുരസ്കാരം ലഭിച്ചത് ആരാന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി. ഒറ്റയ്ക്ക് പടവെട്ടി വന്നതല്ലേ. അപ്പോൾ ഒറ്റശേഖരമംഗലം ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണം. നമ്മൾ പറഞ്ഞു, പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. കേരളത്തിലെ ടൂറിസം മേഖലയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ഏത്? കതിരവൻ. മമ്മൂട്ടിയെ ഓർത്തിരിക്കുമല്ലോ. അടുത്ത നമ്മൾ പറഞ്ഞു, നീതി ആയോഗ് പുറത്തിറക്കിയ 2025 സാമ്പത്തിക സുരക്ഷാ പത്രിക സൂചികയിൽ ഒന്നാമത് ഒഡീഷ. ഓർത്തിരിക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്കൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. 25ാമത്തെ ആരായിരുന്നു? രാജീവ് കുമാർ. ഓർത്തിരിക്കുമല്ലോ. അടുത്ത് നോക്കൂ. അടുത്ത 2 ചോദ്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ജൂഡോയിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ റഫറി ജയശ്രീ ആണ്. ഓർത്തിരിക്കണേ. നമ്മൾ മെഡൽ പട്ടിക പറഞ്ഞു. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 14ാമത്തെ സ്ഥാനമാണ്. 38ാമത്തെ നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം 14. കേരളം 13 സ്വർണ്ണമാണ് നേടിയത്. ടോട്ടൽ മെഡൽ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമുക്ക് അടുത്ത നാഷണൽ ഗെയിംസിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പറയാമേ. 13 ഗോൾഡ് നേടിയെന്ന് ഓർത്തിരിക്കാം. ഇത്ര ഓർത്തിരിക്കണേ. അപ്പം നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ പറഞ്ഞ്. പിന്നെ സൗമ്യ നായർ ഇന്ത്യൻ പ്രതിനിധിയായി ഐക്യരാഷ്ട്രസഭയിൽ നിയമിതയായ മലയാളി സൗമ്യ നായർ. ഓർത്തിരിക്കണം. പിന്നെ സ്ക്യൂബ സംഘം ആദ്യത്തെ പരിശീലനം നടത്തിയത് കേരളത്തിലാണ്. കേരളത്തിലെ സംഘമാണ്.
ഓർത്തിരിക്കണേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത്